ഹായ് ഡി സ്റ്റുഡൻസ്, നമ്മളെ സ്റ്റഡി മെറ്റീരിയലിലെ ബഡ്ജറ്റിങ്ങിലെ ഇല്ലുസ്ട്രേഷൻ 25 അല്ലെങ്കിൽ 24 എന്ന് പറയാം. കാരണം പുതിയ മെറ്റീരിയൽ പിന്നെ ഓൾഡിലാണ് 24 കേട്ടോ. ഓക്കെ, പിന്നെ അറിയാലോ നമ്മുടെ മെറ്റീരിയലിൻ്റെ നമ്പർ ഇങ്ങനെ മാറി വരും. നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് എഴുതിയെടുക്കുക. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയട്ടെ. ഇപ്പോൾ നമ്മൾ 2 പ്രൊഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. പ്രൊഡക്റ്റ് എയും പിന്നെ പ്രൊഡക്റ്റ് ബിയും. ഇങ്ങനെ അസ്യൂം ചെയ്താൽ മതി. പ്രൊഡക്റ്റ് എ എന്ന് പറഞ്ഞാൽ അതൊരു ഇപ്പോൾ നമുക്ക് പെന്നാക്കാം, പെൻ. പ്രൊഡക്റ്റ് ബി നമുക്ക് എന്താക്കാം, പെൻസിലാക്കാം. ഓക്കെ, പെന്നും പിന്നെ പെൻസിലും. അവരുടെ സെയിൽസ് ഇൻ യൂണിറ്റിൽ പ്രത്യേകം നോട്ട് ചെയ്യണം. യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വാർട്ടറിലെ സെയിൽസും സെക്കൻഡ് അങ്ങനെ താഴെ തന്നിട്ടുണ്ട്. തേർഡ്, ഫോർത്ത് അങ്ങനെ 4 ക്വാർട്ടറിലെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 2021 അപ്പോൾ നമുക്കിത് ആക്ച്വലാണെന്ന് വിചാരിക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് എ 1250 യൂണിറ്റ് ഫസ്റ്റ് ക്വാർട്ടറിൽ വിറ്റിട്ടുണ്ട്. ഫസ്റ്റ് ക്വാർട്ടറിൽ പ്രൊഡക്റ്റ് ബി വിറ്റത് 1600, പിന്നെ സെക്കൻഡിൽ 2950, 800. തേർഡ് ക്വാർട്ടറിൽ പ്രൊഡക്റ്റ് എ 2700, 1000, 3100, 600 അങ്ങനെ റെസ്പെക്റ്റീവ്ലി. എയുടെ അപ്പോൾ പെന്ന് 24 രൂപയാണ് ഒരെണ്ണം. പെൻസിലാണെങ്കിൽ 50 രൂപ. ഒരു കിടിലം പെൻസിലാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ട എന്താ, ഇതൊക്കെ അവർ തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കാനാണോ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം സെയിൽസ് ഇൻഫർമേഷനാണോ തന്നുള്ളത്. മുകളിൽ നമ്മുടെ അടുത്ത് തന്നത് ഇയർ ഒന്ന് ശ്രദ്ധിക്കണം, ആക്ച്വലാണ്. അപ്പോൾ ഇതുവരെ ഇതൊക്കെ ഏതാണ്, താഴത്തോട്ട് അങ്ങനെ പോയി ഇതൊക്കെ എന്താണ്, ആക്ച്വലാണ്. ഇനി ആക്ച്വലിനെ ബേസ് ചെയ്ത് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യണം, അടുത്ത ബഡ്ജറ്റ് പീരീഡ് പറയണം. കണ്ട, സെല്ലിംഗ് പ്രൈസ് ടാർഗറ്റ് കണ്ടില്ലേ, 2022 ടാർഗറ്റാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പ്രൊഡക്റ്റ് എയുടെയും അതേപോലെ തന്നെ ബിയുടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സൻറ്റേജിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിലൊരു ചെറിയ അലൈൻമെൻറ്റ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, ഇവിടെയാണ് 20% വരേണ്ടത്. ഇത് വെട്ടി ഇവിടെയാണ് 25%. ഓക്കെ, നത്തിങ് ഗ്രേറ്റ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അല്ലേ, സ്റ്റാൻഡേർഡ് സ്റ്റഡി മെറ്റീരിയലൊക്കെ അങ്ങനെയാണ്. 25% പിന്നെ 20% ബ്രാക്കറ്റിൽ. മുകളിലത്തവും ബ്രാക്കറ്റാണ്. യെസ്, എന്ത് ബ്രാക്കറ്റ് ഉദ്ദേശിച്ചത്, സെയിൽസ് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഇക്കൊല്ലം ഡിക്രീസ് ആവണമെങ്കിൽ എന്ത് ചെയ്യും, ബ്രാക്കറ്റിലിടും. ഇൻക്രീസ് ആവണമെങ്കിൽ ബ്രാക്കറ്റില്ല, അത്രേ ഉള്ളൂ. ഇൻക്രീസും ഡിക്രീസും ഡിനോട്ട് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നു. ഇനി സെയിൽസ് ഏരിയ നമുക്ക് പറഞ്ഞാൽ ഇതിൽ തരാത്ത വേറൊരു ഐറ്റം ഉണ്ട്, സെയിൽസ് ഏരിയ. സെയിൽസ് ഏരിയനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. XYZ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പല ഇതാക്കാം. X കേരള ആക്കാം, Y തമിഴ്നാടാക്കാം, Z എവിടെ ആക്കാം, കർണാടക ആക്കാം. അതിൽ എ എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ Xഉം Yഉം Zഡിലുള്ള പെർസെൻറ്റേജ് ഓഫ് സെയിൽസാണ് ഉദ്ദേശിച്ചത്. വിച്ച് മീൻസ് എ ഇപ്പോൾ ഒരു 10,000 ആണെങ്കിൽ അതിൽ 10% എവിടെ ആവും, കേരളത്തിലാവും. അപ്പോൾ 1000 യൂണിറ്റ് എവിടെ വെക്കും, കേരളത്തിൽ പെന്നിൻ്റെ. പിന്നെ 20% എവിടെ വെക്കും, തമിഴ്നാട്. പിന്നെ 70% എവിടെയാണ്, കർണാടക. ഏറ്റവും കൂടുതൽ പെന്ന് ഉപയോഗിക്കുന്നത് കർണാടകക്കാരാണെന്ന് വിചാരിക്കാം. അതേപോലെ ബീഡിയും തന്നിട്ടുണ്ട് പെർസെൻറ്റേജ്. എന്നിട്ട് അവർ പറഞ്ഞുള്ളത് സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇവിടെ സെയിൽസ് ബഡ്ജറ്റ് ഏത് ബേസിലെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്. അപ്പോൾ നമുക്കൊരു പണിയാം, 2 തരത്തിലുണ്ടാക്കാം. സ്റ്റഡി മെറ്റീരിയലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അഥവാ നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് വൈസും ഉണ്ടാക്കാം, പിന്നെ ഏരിയ വൈസും ഉണ്ടാക്കാം. പ്രൊഡക്റ്റ് വൈസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ താഴത്തെ ഈ ഇൻഫർമേഷൻ അല്ലേ, അത് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് വൈസ് എന്ത് ചെയ്യണം, സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. ഇതവർ ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഹെഡിങ് എഴുതാം, സെയിൽസ് ബഡ്ജറ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് വരയ്ക്കാം സെയിൽസ് ബഡ്ജറ്റ്. പ്രത്യേകം എഴുതുക, ഇത് പ്രൊഡക്റ്റ് വൈസാണ്. 4 ഏത് വർഷത്തേക്കാം, 2022 ഇടാം. ഇതിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ എഴുതാം. പ്രൊഡക്റ്റ്. ഓക്കെ, അതിൽ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഉള്ളത്, മെയിനായിട്ട് നമുക്ക് 2 പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. പ്രൊഡക്റ്റ് എയും
പ്രൊഡക്റ്റ് ബി. ഇനി ഇത് വേറെ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാം. ഇറ്റ്സ് ആസ് പെർ യുവർ കൺവീനിയൻസ്. ഓക്കെ, ഇതിൽ യൂണിറ്റ് റേറ്റ് അങ്ങനെ യൂണിറ്റ് റേറ്റ് എമൗണ്ട് അല്ലെങ്കിൽ റുപ്പീസ്, യൂണിറ്റ് റുപ്പീസ്, റേറ്റ് റുപ്പീസ്. സെറ്റ്. ഇനി നമുക്ക് ഓരോ ക്വാർട്ടറാണ് താഴെ. ഫസ്റ്റ് ക്വാർട്ടറിൽ, സെക്കൻഡ് ക്വാർട്ടറിൽ, തേർഡ് ക്വാർട്ടറിൽ, ഫോർത്ത് ക്വാർട്ടർ. ഓക്കെ, ഫോർമാറ്റ് സെറ്റ്. ഇനി ഇതിലുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് ക്വാർട്ടറിൽ പ്രൊഡക്റ്റ് എയുടെ യൂണിറ്റ് എത്രയാണ്? അപ്പോൾ നിങ്ങളിവിടെ നോക്കി പറയണം. ഫസ്റ്റ് ക്വാർട്ടറിൽ പ്രൊഡക്റ്റ് എയുടെ യൂണിറ്റ് സാർ 1250 പക്ഷേ ആ 1250 മാറ്റമുണ്ട് അല്ലേ? അടിയിൽ എഴുതിയിട്ടുണ്ട് സെയിൽസ് ഇൻ ക്വാണ്ടിറ്റി ഇൻക്രീസ്. ഓക്കെ അല്ലേ? അതേപോലെ സെല്ലിംഗ് പ്രൈസിലും മാറ്റമുണ്ട്. സെല്ലിംഗ് പ്രൈസ് അവിടെ നിൽക്കട്ടെ. എനിവേ 20% എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് 2021 അപേക്ഷിച്ച് 2022 20% എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1250 എത്ര പോകണം? 20% പോകണം. ഓക്കെ അല്ലേ? അപ്പോൾ എഴുതാം 1250 മൈനസ് 20% എത്ര വരും? 1000 വരും. റേറ്റിൽ മാറ്റമുണ്ട് അല്ലേ? സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 25% കൂടെ ചെയ്തുള്ളത് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം 24 രൂപ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് എയുടെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ 24 പ്ലസ് 25% 30 വരും. ഇനി എമൗണ്ട് വേണം ഞാൻ പറയണ്ടല്ലോ. 30 × 1000 30,000. അതിന് നമ്മൾ കാൽക്കുലേറ്റർ എടുക്കും അല്ലേ? ഓക്കെ, ദെൻ ഇതേപോലെ മറ്റേതൊക്കെ ഞാൻ ചെയ്തൂടെ? ഇനി ഓരോന്ന് ഞാൻ പറയണം. സെക്കൻഡ് ക്വാർട്ടറിൽ പ്രൊഡക്റ്റ് എയുടെ മാത്രം പറഞ്ഞു പോട്ടെ. ഇനി 2950 ഉള്ളത് അവരുടെ സെയിൽസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. മൈനസ് എത്രയാണ്? 20%. എത്ര വരും? 2360. പ്രൈസ് മാറ്റില്ല, 30 തന്നെയല്ലേ? എല്ലാ ക്വാർട്ടറിലും പ്രൈസ് ക്വാർട്ടർ വൈസ് തന്നിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇൻറ്റു 30 അടിച്ചാൽ 70800. ദെൻ അടുത്തതിൽ വരുന്നത്, നിങ്ങളിത് ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, 2160 മൈനസ് തേർഡ് ക്വാർട്ടറിലുള്ള എമൗണ്ട് 2700 മൈനസ് 20% ഒക്കെ അങ്ങനെ തന്നെ. 2160 ഇൻറ്റു 30 64800. ദെൻ ഫോർത്ത് ക്വാർട്ടറിൽ 3100 മൈനസ് 20% 2480 ഇൻറ്റു 30 74400. തീരുമാനമായി. ഒരു ടോട്ടലും കൂടെ ചെയ്ത് വെക്കാം. ഓക്കെ, ടോട്ടൽ യൂണിറ്റും ചെയ്യാം, റുപ്പീസും ചെയ്യാം. 64800 പ്ലസ് 70800 പ്ലസ് 30,000. എമൗണ്ട് വരെ 240,000 നിങ്ങൾ ചെക്ക് ചെയ്യണേ. 1000 പ്ലസ് 2360 പ്ലസ് 2160 പ്ലസ് 2480 8000 യൂണിറ്റ് വരും. സെറ്റ്. അതേപോലെ പ്രൊഡക്റ്റ് ബിയുടെ ചെയ്യാം. പ്രൊഡക്റ്റ് ബിയുടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പ്രൊഡക്റ്റ് ബിയുടെ സെയിൽസിൻ്റെ ക്വാണ്ടിറ്റി 25% വെച്ചിട്ടാണ് കൂടുന്നത്. 25% കൂടി വരും. ഓക്കെ, അപ്പോൾ നോക്കാം. പ്രൊഡക്റ്റ് ബി 1600 ഉള്ളത് 1600 പ്ലസ് 25% എത്ര വരും? 2000 വരും. ഓക്കെ അല്ലേ? റേറ്റ് എങ്ങനെയാണ് പറയുന്നത്? മുന്നേ 50 ആയിരുന്നു. 50യുടെ 20% കുറയുന്നത് കണ്ടില്ലേ? 50 മൈനസ് 20% അപ്പോൾ 40 ആവും. ഓക്കെ, റേറ്റ് നമുക്ക് എല്ലാത്തിലും എത്ര എഴുതാം? 40 എഴുതാം. ഓക്കെ, കാരണം ക്വാർട്ടർ അനുസരിച്ച് റേറ്റിൽ മാറ്റങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഇനി 800 ഇവിടുത്തെ പെർസെൻറ്റേജ് 20% കുറയല്ലേ? 800 പ്ലസ് 25% 1000 ആയി. ഓക്കെ, 2000 ഇൻറ്റു 40 80,000 വരും. 1000 ഇൻറ്റു 40 40,000 വരും. ദെൻ നെക്സ്റ്റ് 1000 ഉള്ളത് പ്ലസ് 25% കൂടി 1250 ആയി. ഓക്കെ, ഇൻറ്റു 40 അടിച്ചാൽ 50,000 വരും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്
800 യൂണിറ്റ് അല്ലേ, സോറി 600 പ്ലസ് 25%, 750. ഹലോ ഹലോ, ഓക്കെ. ടോട്ടൽ ചെയ്താൽ 80,000, 2 lakhs വരും. ഓക്കെ, ഹിയർ 2000 പ്ലസ് 1000 പ്ലസ് 1250 പ്ലസ് 750, 5000 വരും. അപ്പോൾ ഒരു പാർട്ട് വരും. ഇനി സെയിൽസ് ബഡ്ജറ്റാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഏത് വൈസാണ്? പ്രൊഡക്റ്റ് വൈസാണ്. ഇനി ഇതേ സെയിൽസ് ബഡ്ജറ്റ് നമ്മൾ ഏത് ബേസിലുണ്ടാക്കാം? അടുത്ത ബേസ് ഒരെണ്ണം ഏരിയ വൈസ്. അപ്പോൾ ഈ ഏരിയ വൈസ് ഉണ്ടാക്കാനുള്ള കാരണം എന്താ? ക്വസ്റ്റ്യനിൽ അങ്ങനെ ഏരിയ വൈസ് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, യെസ്. ചോദിക്കും സാർ എക്സാമിനൊന്നും നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും ചെയ്യണം. അതെങ്ങനെ മനസ്സിലാക്കും? ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ചെയ്തില്ലേ, സ്റ്റഡി മെറ്റീരിയൽ ചെയ്ത ഒരു ടൈപ്പ് സാധനം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയണ്ടേ? ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് തന്നെയാണ്, പ്രൊഡക്റ്റ് എ ഉണ്ട്. ഓക്കെ, അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെ ഏരിയയിൽ വിറ്റ് എന്ന് പറഞ്ഞ് എഴുതണം. പ്രൊഡക്റ്റ് ബി ഉണ്ട്. ഓക്കെ അല്ലേ? പ്രൊഡക്റ്റ് എയിൽ ഇതേപോലെ എത്ര ഏരിയ ഉണ്ട്? 3 ഏരിയ ഉണ്ട്. എക്സ്, വൈ, സെഡ്. അതിൻ്റെ ടോട്ടലും കൂടെ കൊടുക്കാം. സിമ്പിൾ സാധനമാണ് കേട്ടോ. ദെൻ ഇവിടെയും എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. ഒരു ടോട്ടലും കൂടെ കൊടുക്കാം. ഓക്കെ, ഇനി പീരീഡ് ഏതൊക്കെയാണ്? പീരീഡ് ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടർ, തേർഡ് ക്വാർട്ടർ ആൻഡ് ഫോർത്ത് ക്വാർട്ടർ. സിമ്പിൾ. ഫസ്റ്റ് ക്വാർട്ടറിലും ഇവിടെ പെർസെൻറ്റേജ് എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് അല്ലേ? 10, 20, 70. ഇവിടെ മുകളിൽ എഴുതി വെക്കാം. 10%, 20% ആൻഡ് 70%. ടോട്ടൽ 100% വരും. അതേപോലെ വൈഡിയും തന്നിട്ടുണ്ട് പെർസെൻറ്റേജ്. 70, 20, 10. 70, 20, 10. 70%, 20%, 10%. ടോട്ടൽ എത്ര? 100%. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വാർട്ടറിൽ എടുക്കാം. ഫസ്റ്റ് ക്വാർട്ടറിലെ നമുക്കിതിലിപ്പോൾ എടുക്കാൻ പറ്റുന്നത്, എളുപ്പമായിട്ട് പറ്റുന്നത്, യൂണിറ്റ് വൈസ് നമുക്ക് എന്ത് ചെയ്യണ്ട? ഡിസ്ട്രിബ്യൂഷൻ നടത്തണ്ട. അങ്ങനെ യൂണിറ്റ് വൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. മെറ്റീരിയലാണ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. വേറെ അതിലൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ എമൗണ്ടുകൾ ടോട്ടലില്ലേ, ഇത് നേരെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ടോട്ടൽ എഴുതാം. എന്നിട്ട് ആ പേഴ്സൻറ്റേജിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ എന്തുള്ളൂ? 30,000 ഉണ്ട് പ്രൊഡക്റ്റ്. ഇങ്ങനെ പറയുന്നത് സെയിൽസ് പ്രൊഡക്റ്റ് നമ്മൾ എന്താ ഉപമിച്ച്? പെന്ന്. 30,000 രൂപയുടെ പെന്ന് ഫസ്റ്റ് ക്വാർട്ടറിൽ വിറ്റുണ്ട്. അത് എവിടെയൊക്കെ വിറ്റു എന്ന ബേസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? ഇപ്പോൾ 30,000 ആ ടോട്ടലിലൂടെ എടുത്ത് എഴുതി വെക്കുകയാണ്. 70,800, 64,800, ദെൻ 74,400. ഓക്കെ, യെസ്. ഇതിൽ ടോട്ടലിൽ മാറ്റം ഉണ്ടാവില്ല. എത്ര തന്നെ വരും? 2,40,000. ആ പേഴ്സൻറ്റേജ് മുകളിൽ തന്നിട്ടില്ലേ? ഇനി അടുത്ത ഏതാ? നെക്സ്റ്റ് വൺ, സോറി. ഓക്കെ, നെക്സ്റ്റ് വൺ ടോട്ടൽ എമൗണ്ടുകൾ അറിയാലോ. ഇതാ 80, 40, 50, 30. 2 lakh ടോട്ടൽ വരും. 80,000, 40,000, 50,000 ആൻഡ് 30,000. ടോട്ടൽ എത്ര തന്നെ? 2 lakh തന്നെ. അതിലൊന്നും മാറ്റില്ല. അപ്പോൾ ഇനി അടുത്ത ഇതെന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൻറ്റേജിൽ ഇതിന് വീതിച്ചു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 30,000 ഏത് പേഴ്സൻറ്റേജിൽ? ഈ പേഴ്സൻറ്റേജിൽ. അങ്ങനെ 30,000 ഈ പേഴ്സൻറ്റേജിൽ, 7,800 ഈ പേഴ്സൻറ്റേജിൽ, അങ്ങനെ 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 പോട്ടെ. പെട്ടെന്ന് ചെയ്തോ. ഇൻറ്റു 10%. എത്ര വരും? 3,000 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു
20 അല്ലേ, അങ്ങനെ ചെയ്താൽ പോരെ. 6000 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 70 അടിച്ചാൽ മതി, 21,000. ഓക്കെ ആണോ? അങ്ങനെ ഈസി ആയിട്ട് ഇതൊക്കെ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നു. നിങ്ങൾ അത് കറക്റ്റ് അല്ലെന്ന് എന്ത് ചെയ്യണം, നോക്കാൻ മറക്കരുത്. യെസ്, 7080 14160 49560 ദെൻ 64800 റേഷ്യോയിൽ വിധിച്ച 6480 10% അല്ലേ, 12960 45360 ദെൻ 74 സംതിങ്ങിനെ 7440 14880 ദെൻ 52080. ഓക്കെ, അപ്പുറത്ത് വന്നാൽ പ്രൊഡക്റ്റ് പെർസെൻറ്റേജ് 70 30 10 വീതിക്കാം 80,000. അപ്പോൾ 56,000 വരും, 16,000 വരും, 8,000 വരും. ദെൻ 40,000 28,000 വരും, 8,000 വരും, 4,000 വരും. ദെൻ 35,000 10,000 ആൻഡ് 5,000. ദെൻ 21,000 6,000 3,000. ഓക്കെ അല്ലേ? ഇനി ഇതിങ്ങോട്ടും ടോട്ടൽ ചെയ്യാം. ദാറ്റ്സ് ഓൾ. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 24,000 വരും, ഇവിടെ 48,000 വരും, ഇവിടെ 1,68,000 വരും. ഇതൊക്കെ കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 2,40,000 കിട്ടും എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. മറ്റടുത്ത് 1,40,000 40,000 20,000. ടോട്ടൽ ചെയ്താൽ എത്ര വരും? 2 lakh വരും. ദാറ്റ്സ് ഓൾ.